ഹായ് വിശവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ അത് ഇന്ന് നമ്മൾ വീണ്ടും ചെറുതേനീച്ചേരി വീഡിയോ ഇട്ടിട്ട് വന്നിട്ടുള്ള കേട്ടോ. അതായത് ഇന്ന് നമ്മൾ ചെറുതേനീച്ചേരി കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന്ന് ആൾ ഇവിടെ എത്തും, സ്ഥലത്തെത്തും. അപ്പോൾ പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാനിവിടെ സെറ്റ് വെച്ചിരുന്ന കൂടാണ്, പെയിൻ്റൊക്കെ അടി വെച്ച കൂടാണ് ഞാനിന്ന് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ അഡീഷണൽ വേറെ കൂടുണ്ട്. പക്ഷേ പുള്ളിക്ക് ഒന്ന് പെയിൻ്റൊക്കെ ചെയ്ത് കൊടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനിവിടെ പുള്ളിയോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പോൾ നമ്മളങ്ങനെ പെയിൻ്റൊന്നും അടിച്ച് വയ്ക്കുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ബ്രോയുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നാൽ മതി, കുറച്ച് പൈസ കൂടുതൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും പുള്ളി തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിന്ന് പുള്ളിക്ക് ആ കൂട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ കൂട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ കൂടുകളാണ് കേട്ടോ. അതായത് ഈ ചാക്കിനകത്താണ് ഞാനെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ലപോലെ എന്താ പറയുക, നല്ല ഉണക്കത്തടി ആയതുകൊണ്ട് തന്നെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് പുള്ളിക്ക് ഇതേ അത്യാവശ്യം ആയതുകൊണ്ട് പുള്ളിക്ക് എന്തായാലും കൊടുക്കുകയാണ്. നമുക്ക് സാരമില്ല, അടുത്ത് ഇനി ഇതുപോലെ കൂടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ മേടിച്ച് പെയിൻ്റൊക്കെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതേ എന്ന് പറയുന്നത് നമ്മളെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇതുവരെയും ഇങ്ങനത്തെ ബോക്സിനെ കുറിച്ചൊന്നും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മളിപ്പോഴത്തെ ഡബിൾ ലെയർ കൂട്. അപ്പോൾ ഇതിലിത് ബ്രൂഡ് ചേമ്പർ, ഹണി ചേമ്പർ എല്ലാം ഉണ്ട് കേട്ടോ. ഞാനെന്തായാലും വെക്കണമെന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മളെ ബോക്സിൻ്റെ ഇതാ പൊടിയൊക്കെ അടിച്ചിരിക്കുന്നത് നോക്കണ്ട കേട്ടോ. ഞാനിത് ഒരുപാട് മാസമായി കേട്ടോ, ഏകദേശം ഒരു 1.5 വർഷം അടുപ്പിച്ചാവും തോന്നുന്നു ഇതൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ട്. പിന്നെ കുറച്ചുകൂടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാനിവിടെ ഇങ്ങനെ ഇടയ്ക്ക് കെണിക്കൂട് വെച്ചതിന് ശേഷം അതിനകത്ത് ഏകദേശം സെറ്റായി ഒരു 2-3 മാസം കഴിയുമ്പം ആ കെണിക്കൂട്ടിൽ നിന്നും നമ്മളിതേപ്പത്തെ പുതിയ ബോക്സിലേക്ക് ആ ഒരു എന്താ പറയുക വന്ന് കയറുന്ന ആ കോളനിയെ നമ്മൾ മാറ്റും കേട്ടോ. ചെറുതേനീച്ചയെ മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ആ കൂട്, അതായത് നേരത്തെ വെച്ചിരിക്കുന്ന കൂട് നമ്മൾ അതേപോലെ പഴയതുപോലെ അവിടെ അങ്ങ് വെച്ചിരിക്കും കേട്ടോ. അതായത് അപ്പോൾ അടുത്ത് വീണ്ടും ഇതേപോലെ വന്ന് കയറുന്ന കോളനികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കെണിക്കൂടായിട്ടാണ് ഞാൻ ആ മുളയുടെ കൂടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിതിന് മുൻപ് ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതേ ഒന്നുകൂടെ നമ്മൾ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അറിഞ്ഞൂടായാൽ തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ പലതരത്തിലുള്ള തടി ഐറ്റംസും ഉണ്ട്. ഈ തടികളെല്ലാം എങ്ങനെയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് എൻ്റെ ഒരു അനിയനാണ് കേട്ടോ. അനിയൻ എന്താ പറയുക, ആശാരിപ്പണിയാണ്, കടച്ചിൽ വർക്കലാണ്. കടച്ചിൽ അതേപോലെ തന്നെ ഈ അലമാര ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയെ എന്താ പറയുക, അങ്ങനെയൊക്കെ വരുന്ന തടിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വരുന്നതാണ്. അതായത് വെള്ളയല്ല, നല്ല കാതലായ ഭാഗം തന്നെ അങ്ങനെ ഉള്ള ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഈ കൂടൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് തേക്കിൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തേക്കിൻ്റെ ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആഞ്ഞിലുണ്ട്, പിന്നെ അതുപോലെ മകാഗണി, ഇങ്ങനെയുള്ള പിന്നെ പ്ലാവ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ പീസുകളൊക്കെ നല്ല ബോക്സുകൾ നമുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേക്കിൻ്റെ അത് കുറച്ച് മുൻപ് വരെ ഉണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് കച്ചവടം അടിച്ചു പോയിട്ടോ. തേക്കിൻ്റെ ഇതിന് കുറച്ചുകൂടെ എന്താ പറയുക, എല്ലാവർക്കും കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത് തേക്കിൻ്റെ പീസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടിൻ്റെ ഒരു എൻട്രൻസിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ 2 പീസിൽ എൻട്രൻസ് ആ ഭാഗത്ത്, അത് ഈ കാണുന്നതാണ് നമ്മളെ യഥാർത്ഥത്തിൻ്റെ ബ്രൂഡ് ചേമ്പർ കേട്ടോ. അപ്പോൾ ബ്രൂഡ് ചേമ്പറിൽ മുട്ടയും പൂമ്പൊടിയും തേനൊക്കെ അത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിലെ ഹണി ചേമ്പറിലിട്ട് പോകുള്ളൂ കേട്ടോ. അതായത് ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളെ 2ാമത്തെ അറയാണ് കേട്ടോ. ഇത് നമ്മൾ ഹണി ചേമ്പറിലേക്ക് പോകുന്ന വഴിയാണ്. എൻട്രൻസ്, ആ മെയിൻ എൻട്രൻസിൽ നിന്ന് നേരെ ആ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ കൂടൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. അതിനകത്തൊക്കെ വലയും പൊടിയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പുള്ളിക്ക് കൊടുക്കാനായിട്ട്. ഇനി പുള്ളിക്ക് അത് മാത്രമല്ല, വേറെ അഡീഷണൽ നമ്മൾ കൂട് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ഞാൻ വെച്ചിരിക്കുന്ന കൂടുകൾ ഇത് നമ്മൾ കെണിക്കൂട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ കൂട് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഈ മുകളിലിരിക്കുന്ന നമ്മളിപ്പോഴത്തെ പുതിയ കൂടും അതിൻ്റെ താഴെ ഇരിക്കുന്നതാണ് നമ്മളെ പഴയ കൂടും. അതായത് ഒരു സമയത്ത് ആ കൂടായിരുന്നു നമുക്കിവിടെ ഏകദേശമുള്ള കൂടുകൾ കേട്ടോ. പക്ഷേ നമ്മൾ ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് തുറന്നു നോക്കിയിരുന്നാലും ഈ കൂടിൻ്റെ വലിയ കൂടിൻ്റെ ഈ കാണുന്ന കൂടിൻ്റെ ഒരു 4/1 ഭാഗം മാത്രമേ ഈച്ചയെ കാണത്തുള്ളൂ കേട്ടോ. ഈച്ചയും തേനും എല്ലാം. കാര്യം ഇത്രയും വലിയ കൂട് നമ്മൾ ഒരിക്കലും ചെറുതേനീച്ചയ്ക്ക് വയ്ക്കാൻ പാടില്ല. പിന്നെ നമ്മളത് ഈ ബോക്സ് വെച്ചതിന് ശേഷം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ബോക്സാണ്. അതായത് നമുക്ക് വിഭജിക്കാനൊക്കെ എളുപ്പമുള്ളതാണ് കേട്ടോ. അതായത് ഇതിനകത്ത് കോളനി നല്ല സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് റാണി സെല്ല് വെച്ച് തിരിച്ച് അതേപോലെ അഡീഷണലി വേറെ 2 ബോക്സിൻ്റെ പീസ് എടുത്ത് നമ്മളിതുപോലെ മുകളിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കൂട് റെഡി കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട് ഞാൻ ജസ്റ്റ് 1-2 കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പന്നിമൂക്കനാണ്. ഇത് പന്നിമൂക്കൻ്റെ ആ ഒരു ഐറ്റമാണ്. പിന്നെ ഇനി അടുത്ത് ഞാൻ നിങ്ങൾക്ക് തുമ്പിക്കയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിയ കോളനി നമ്മളതിലുണ്ട് കേട്ടോ. ഇതാണ് തുമ്പിക്ക കേട്ടോ. അതായത് എൻട്രൻസിൻ്റെ ആ ഭാഗം കാണുമ്പോൾ മനസ്സിലാക്കാം. പിന്നെ ഇത് നമ്മൾ പഴയ കൂട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് തേനെടുത്ത സമയത്തൊക്കെ ഞാനിതിൻ്റെ ഒരുപാട് വീഡിയോസുകൾ ഞാനിതിൻ്റെ ഇങ്ങനെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഈ വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ കെണിക്കൂടാണ്. ഇതിലൊക്കെ സെറ്റ് ആവുന്നതിനാൽ ഞാൻ പിടിച്ച് ഏതാ പറയുക ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വേറെ കൂട്ടിലേക്ക്, നമ്മളിപ്പോൾ കണ്ട പുതിയ കൂട്ടിലേക്ക് മാറ്റും. അപ്പോൾ കണ്ടോ, ഇതിലേക്ക് ഇങ്ങനെ ഈച്ചകൾ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാനിതിന് വിശദമായിട്ട് ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ഈച്ച സെറ്റ് ചെയ്യും. അതായത് എവിടെയെങ്കിലും കൂട് സെറ്റ് അടിച്ച് വരുന്ന സമയത്ത് ആദ്യം കുറച്ച് ഈച്ച മാത്രം ഇതിൽ വന്ന് കയറും കേട്ടോ. ഇതിനകത്ത് ഒന്ന് വന്ന് കയറി ഇതിനകമൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കിയതിന് ശേഷം മാത്രമേ റാണിയുമായിട്ടൊക്കെ വരത്തുള്ളൂ കേട്ടോ. അത് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ഇതിനകത്ത് വെച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ കാണുന്നത് നമ്മളിതുപോലെ കെണിക്കൂട് വെച്ച് അതിനകത്ത് നല്ലതുപോലെ ഒരു കോളനി കയറിയതാണ്. അതിനകത്ത് ഇപ്പോൾ ഈച്ചയുണ്ട്. പക്ഷേ അതിലേക്കും വേറെ ഒരു വന്ന് കയറുന്ന ഈച്ച ചെറിയ ആക്രമണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ കാണുന്ന ഈ ബോക്സ് ഉണ്ടല്ലോ, അത് നമ്മളിപ്പോൾ അവിടെ വെച്ചതാണ് കേട്ടോ.
എങ്കിലും ഈച്ചകൾ ആ പരിസരത്തെല്ലാം കിടന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ആ കൂട് ഞാനങ്ങോട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ആ കൂട്ടിലേക്ക് കയറിയതിൻ്റെ കുറച്ച് ഈച്ചകളാണ് കേട്ടോ. ബാക്കി ഇതേ ഈ കാണുന്ന കയറുകളിൽ ഇങ്ങനെ പറ്റിയിരിക്കും. അതായത് ഇങ്ങനെ ഇതേപോലെ ഇനി ഇപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ ഒരുപാടെടുത്ത് അതേപോലെ ഈച്ചകൾ ഇങ്ങനെ വന്ന് എന്തായിരിക്കും അവർ ഒരുപക്ഷെ നാളെ ആയിരിക്കും ഇനി ഈ കൂടിനെ കൂടുതലായിട്ട് ആക്രമിച്ച് കയറാനുള്ള എന്താ പറയുക ഒരു പരിപാടിയിലായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ബോക്സിൻ്റെ ഉൾഭാഗമെല്ലാം കാണിച്ചത്. പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ബോക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ബോക്സിനകത്ത് ഇതേ ഒരു കുറച്ച് ഈച്ച മാത്രമേ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അതിനകത്ത് തങ്ങത്തുള്ളൂ. അതിനുശേഷം ആ കൂട് ഓക്കെ ആണെങ്കിൽ മാത്രമേ റാണിയും ബാക്കിയുള്ള കുറേ ഈച്ചലോട്ട് വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതേ വന്ന കോളനിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി കോളനിയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് തന്നെ സെറ്റാവും കേട്ടോ. കാര്യം ഈച്ച കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് നോക്കുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മച്ചാൻ വരെ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ ബൈ.